മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ട് ദൈവം നമ്മെ സമൃദ്ധമായിട്ടും അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിൽക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്കായിരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ പ്രഭാതം കാണുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത് ദൈവം അതിനുള്ള അനുഗ്രഹം, കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയെ, അനുഗ്രഹത്തെ ഓർത്ത് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളോടും ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ അനന്ത നന്മയ്ക്ക് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായ വിധത്തിൽ നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒരു പറ്റം ആളുകളെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വർഗീയ കലാപം മൂലം ഈ ലോകത്തിൽ വീട് നഷ്ടപ്പെട്ടവർ, ജീവൻ നഷ്ടപ്പെട്ടവർ, ജോലി നഷ്ടപ്പെട്ട ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരെയും നമുക്ക് ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ജനതകളും സ്നേഹത്തിലും ഐക്യത്തിലും കൂട്ടായ്മയിലും വളർന്ന് മുന്നോട്ട് പോകുന്നതിനുള്ള അനുഗ്രഹവും കൃപയും എല്ലാവർക്കും നൽകണമേ എന്ന് പ്രത്യേകം നമുക്ക് അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രത്യേകമായ വിധത്തിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. ദൈവത്തിൻ്റെ വചനം അത് ശക്തവും ഊർജ്ജസ്വലവുമാണ്. അത് മനുഷ്യൻ്റെ ആത്മാവിലും ശരീരത്തിലുമൊക്കെ തുളച്ചു കയറി പരിവർത്തനം വരുത്തുന്നതിന് ശക്തിയുള്ളതാണ്. ആ വചനം ശ്രവിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. വചനം ശരിയായ വിധത്തിൽ മനസ്സിലാക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്കെല്ലാവർക്കും സമൃദ്ധമായിട്ട് ലഭിക്കണമേ എന്ന് നമ്മെ എല്ലാവരെയും പ്രത്യേകം സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും 46-ാമത്തെ സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കുന്നതിനായിട്ട് ശ്രമിക്കാം. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം പതിഞ്ഞു ഉയർന്നിരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ടൊഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. അതിന് ഇളക്കം തട്ടുകയില്ല. അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും. ജനതകൾ
ക്രോധാവിഷ്ടരാകുന്നു, രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു. അവിടുന്ന് ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. വരുവിൻ, കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ. അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു. അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. ന്യൂസിലൻഡുകാരനായ ഒരു പർവ്വതാരോഹകനായിരുന്നു ആൻഡി ഹാരിസ്. 1996 ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം ഏതാനും ആളുകളുമായിട്ട് എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. അതിനുശേഷം അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ 1996 മെയ് മാസം 11 വിപരീതമായ കാലാവസ്ഥയിൽപ്പെട്ട് മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൂടെ ഏകദേശം 7 ആളുകളും കൊല്ലപ്പെടുകയുണ്ടായി. ഈ പർവ്വതാരോഹണ സംഘത്തിൻ്റെ ഗൈഡായിരുന്നു ജോൺ ക്രാക്കോവർ. അദ്ദേഹം ഒരു പർവ്വതാരോഹകൻ മാത്രമായിരുന്നില്ല, ഒരു പത്രപ്രവർത്തകനും എഴുത്തുകാരനുമൊക്കെയായിരുന്നു. അദ്ദേഹം പിന്നീട് ഇൻ ദ തിൻ എയർ എന്ന ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. ഈ പുസ്തകത്തിൽ ഈ ആൻഡി ഹാരിസിന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയത്. ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലർ പുസ്തകമായിട്ട് അത് പിന്നീട് അറിയപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഈ പുസ്തകത്തെ ആധാരമായിട്ട് എവറസ്റ്റ് എന്ന പേരിൽ ഒരു ടെലിഫിലിമും ഉണ്ടാവുകയുണ്ടായി. ഇൻ ടു തിൻ എയർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ ആൻഡി ഹാരിസ് മരിക്കാനിടയായിട്ടുള്ള കാരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ പർവ്വത ആരോഹണം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ കാനിസ്റ്റർ ശൂന്യമായി. അതായത് ഓക്സിജൻ കൊണ്ടുപോകുന്ന ആ ക്യാൻ ശൂന്യമായി. അപ്പോൾ വഴിയിൽ ഇതിനു മുമ്പ് പോയ പർവ്വതാരോഹകർ ഉപേക്ഷിച്ചു പോയ ധാരാളം ഓക്സിജൻ കാനിസ്റ്ററുകൾ കിടപ്പുണ്ടായിരുന്നു. താഴെയുള്ള ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവയെ എടുത്ത് ഉപയോഗിച്ചു കൊള്ളാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. അതിന് അദ്ദേഹം തയ്യാറാകാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരു അസുഖം പിടിപെടുകയുണ്ടായി. ആ അസുഖത്തിൻ്റെ പേര് ഹൈപ്പോക്സിയ എന്നുള്ളതായിരുന്നു. ആ അസുഖത്തിൻ്റെ പ്രത്യേകത അത് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ കുറഞ്ഞു പോകുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന അസുഖമാണ്. ഈ ഹൈപ്പോക്സിയ എന്ന അസുഖം വന്നുപെട്ടാൽ പിന്നെ നമുക്ക് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നതിനായിട്ട് കഴിയുകയില്ല. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം നിശ്ചലമായി പോകും. അതുകൊണ്ടാണ് താഴെയുള്ള ഓഫീസിൽ നിന്നും വഴിയിലെ കണ്ട കാനിസ്റ്ററുകൾ എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അതിന് തയ്യാറാകാതെ വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മരിക്കാനായിട്ട് ഇടയായത് എന്നാണ് ഈ ക്രാക്കോവർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന് ജീവിക്കണമെങ്കിൽ ഓക്സിജൻ ആവശ്യമാണ്. ആവശ്യത്തിനുള്ള ഓക്സിജൻ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ തലച്ചോറ് ശരിയായിട്ട് പ്രവർത്തിക്കുകയില്ല. അതിൻ്റെ ഫലമായിട്ട് ശരിയായ വിധത്തിൽ ശരീരത്തിന് പോഷണം ലഭിച്ചില്ലെന്നും വരും. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ആത്മാവിൻ്റെ ജീവനും എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ ആത്മീയമായ പോഷണം നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ആത്മീയമായിട്ടുള്ള പോഷണം ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മാവ് നശിച്ചു പോകുന്ന അല്ലെങ്കിൽ മരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. ആത്മീയ ജീവൻ നമുക്ക് ഇല്ലാതെയാകും. അതിൻ്റെ ഫലമായിട്ട് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നതിനുമൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള പോഷണം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് ഈ ക്രാക്കോവറിൻ്റെ സംഭവത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും
നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. ഇതിന് എന്താണ് ആത്മീയമായിട്ടുള്ള പരിപോഷണം നമുക്ക് കൊടുക്കുന്നതിന്, ആത്മാവിനെ പരിപോഷിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്നുമാണ് ആത്മീയമായിട്ടുള്ള പോഷണം നമ്മൾ സ്വീകരിച്ചെടുക്കേണ്ടത്. അത് പ്രധാനമായിട്ടും പ്രാർത്ഥനയിലൂടെ നമ്മൾ നേടിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും ഈ ആത്മീയ പോഷണം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ പലപ്പോഴും തിന്മയിലും ദുശീലങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട് കഴിയുന്നതിനായിട്ട് ഇടയായിട്ട് തീരുന്നത്. ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ കേൾക്കുകയുണ്ടായി, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്നുള്ളത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ അറിയുവാനായിട്ട്, കേൾക്കുവാനായിട്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ സമയം ചെലവഴിക്കണം എന്നുള്ളതാണ് ഇത് നമുക്ക് നൽകുന്ന സൂചന. ഫ്രഞ്ച് ചിന്തകനും അതുപോലെ തന്നെ തത്വചിന്തകനുമായ ബ്ലേസ് പാസ്കൽ ഒരിക്കൽ പറയുകയുണ്ടായി, നിശബ്ദമായിട്ട് ഒരു റൂമിൽ അല്പസമയം നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് നമ്മുടെ മനുഷ്യരാശിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന്. ശാന്തമായിട്ട് ഒരു സ്ഥലത്ത് അല്പസമയം നമുക്ക് ചെലവഴിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്നും. നമ്മുടെ അനുദിന ജീവിതത്തിൽ ശാന്തമായിട്ടിരിക്കുന്നതിനും ജീവിതത്തെ പരിശോധിക്കുന്നതിനും ദൈവത്തിൻ്റെ വചനങ്ങൾ ശ്രവിക്കുന്നതിനും ധ്യാനിക്കുന്നതിനുമൊക്കെ നമുക്ക് അല്പസമയം ചെലവഴിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്തായിട്ട് മാറുകയും ചെയ്യും. നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തെയും ചിന്തകളെയും നിറയ്ക്കുമെന്ന്. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ചിന്തകളെയും മനസ്സിനെയുമൊക്കെ ഹൃദയത്തെയുമൊക്കെ നിറയ്ക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരോട് നന്ദിയുള്ള ആളുകളായിട്ട് മാറുക എന്നുള്ളത്. ദൈവത്തിലൂടെയും മനുഷ്യരിലൂടെയും നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ നന്ദിയുള്ള മനുഷ്യരായിട്ട് മാറണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാത്തതിനെക്കുറിച്ചുള്ള, കിട്ടാത്തതിനെക്കുറിച്ചുള്ള പരാതിയും പരിഭവവും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതായിട്ട് പോകുന്ന സാഹചര്യം നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. നന്ദിയുള്ളവരായിരിക്കുക എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നാം സ്നേഹവും കരുണയും സേവന സന്നദ്ധതയുമൊക്കെയുള്ള ആളുകളായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറണം, തീരണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ആത്മബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകുന്നതിനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നത്. ജീവിതത്തിലെ നിരവധി തിരക്കുകൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ ഇടയിൽ ദൈവത്തോടു കൂടി ചെലവഴിക്കുന്നതിന് അല്പസമയം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചാൽ നമ്മുടെ ആത്മീയ ജീവനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകുന്നതിനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് നമുക്ക് മുകളിൽ പറഞ്ഞ ആ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏത് തിരക്കിൻ്റെ ഇടയിലും അല്പസമയമെങ്കിലും ദൈവത്തോട് ചെലവഴിക്കുന്നതിന്, ദൈവത്തോട് നമുക്ക് പറയാനുള്ളത് പറയുന്നതിന്, ദൈവത്തിൽ നിന്നും കേൾക്കാനുള്ളത് കേൾക്കുന്നതിന് നമുക്ക് സമയം കണ്ടെത്തുന്ന ആളുകളായിട്ട് നമുക്ക് മാറാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃസഹജമായ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പ് കാവലായിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എല്ലാ നിമിഷവും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമ്മെ ദൈവസമക്ഷം സമർപ്പിച്ച് മാധ്യസ്ഥം വഹിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് ഇരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും
പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് വിടുതലും സംരക്ഷണവും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഈ പ്രഭാത വിരുന്നിൽ ദൈവ സമക്ഷം നമ്മെ തന്നെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും നിങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഈ ചാനലിലൂടെയും ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ദൈവത്തിൻ്റെ വചനം അനേകരിലേക്ക് കടന്നു ചെല്ലുന്നതിനും അവർക്ക് ആശ്വാസവും സമാധാനവും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനും ഇടയാകുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും ഗുഡ്നസ് ടിവിയെയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും സമർപ്പിച്ച് ഒരു കൊന്തയെങ്കിലും ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്.
നമുക്ക് ഈശോയുടെ ആശീർവാദം ഈ പ്രഭാതത്തിൽ സ്വീകരിക്കുന്നതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നമുക്കെല്ലാവർക്കും ശിരസ്സ് നമിച്ച് ഈശോയുടെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ എന്നോടൊപ്പം പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നതിനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരു നല്ല ദിവസം, അനുഗ്രഹപ്രദമായ ഒരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സമൃദ്ധമായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.